വാട്സാപ്പ് യൂട്യൂബ്. ഇന്ന് നമുക്കൊരു ഹെൽമെറ്റിൻ്റെ ചെറിയൊരു റിവ്യൂ ചെയ്താലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽമെറ്റ്. സ്പോയിലർ വെഗയാണ്. വെഗയുടെ ബണ്ണി ബോൾട്ടല്ല, ബണ്ണിയാണ് അല്ലടാ, ബണ്ണിയല്ലേ. അപ്പോൾ വെഗയുടെ ബണ്ണി മാച്ചോ ആണ്, ബണ്ണി ബോൾട്ടല്ല, ബണ്ണി മാച്ചോ ആണ്. ഇത് പർച്ചേസ് ചെയ്തത് ഓൺലൈനാണ് പർച്ചേസ് ചെയ്തത്. ഓൺലൈൻ പർച്ചേസാണ്. ആമസോണിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇത് വന്നിട്ട് ഇതിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ISI സർട്ടിഫൈഡ് ആണ്. 1350 ഗ്രാമാണ്. അതായത് 1 കിലോ 350 ഗ്രാം, അതാണ് ഇതിൻ്റെ വെയിറ്റ്. ഇത് ഷീൽഡുള്ള. അപ്പോൾ ഇതിൻ്റെ വൈസർ വന്നിട്ട് ചെറുതായിട്ട് സ്മോക്ക്ഡ് ആണ്. മെർക്കുറി വൈസർ പോലെയല്ല ഇത്, ചെറുതായിട്ട് സ്മോക്ക്ഡ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുള്ള ഒരു സ്മോക്ക് ചെയ്തിട്ടുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ മുകളിൽ 2 ഓപ്പൺ ക്ലോസ് ഉണ്ട്. നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ എയർ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എയർ ഇതിൽ കയറി നമുക്ക് ഇത് പിന്നീ കൂടെ ഔട്ട് പോകുന്ന രീതിയിലാണ് ഈ ഹെൽമെറ്റിൻ്റെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ ഈ സ്പോയിലർ കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്കിലാണ് സ്പോയിലർ കൊടുത്തിരിക്കുന്നത്. അത് സെപ്പറേറ്റ് വെച്ച് പിടിപ്പിച്ച പോലെയാണ് തോന്നുന്നത്, പക്ഷേ എന്നാലും അത് ഇളകുന്നില്ല, നന്നായിട്ട് ഫിക്സഡ് ആണ്. പിന്നെ ഈ ഹെൽമെറ്റ് വന്നിട്ട് ഗ്ലോസി അല്ല, ആക്ച്വലി ഈ ഹെൽമെറ്റ് വന്നിട്ട് മാറ്റാണ്. ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഹെൽമെറ്റല്ല, ഈ ഓഫ്ലൈനും നമുക്ക് ഗ്ലോസി ആണ് കിട്ടുന്നുണ്ടാവുക. പക്ഷേ മാറ്റ് വന്നിട്ട് നമുക്ക് ഓൺലൈനിൽ ഇത് വന്നിട്ട് ഡൾ ബ്ലാക്ക് അങ്ങനെയൊക്കെയാണ് എഴുതി കാണുന്നത്. ആക്ച്വലി മാറ്റിന്ന് ഓൺലൈനിൽ ഞാൻ കണ്ടില്ല. ഈ ഡൾ ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിനെയാണ് അവർ ഡൾ ബ്ലാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനും മേടിച്ചപ്പോൾ ഇത് അറിഞ്ഞിരുന്നില്ല. വീട്ടിലെത്തിയപ്പോഴാണ് ഈ സാധനം ഇതാണ് സംഭവം എന്ന് മനസ്സിലായത്. അപ്പോൾ ഇനി മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി മാറ്റ് താല്പര്യമില്ലാത്തവരാണ് മേടിക്കുന്നതെങ്കിൽ ഒരിക്കലും ഡൾ ബ്ലാക്ക് ഓർഡർ ചെയ്യരുത്. അത് മാറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. ഗ്ലോസി വേണ്ടവർ അത് സെപ്പറേറ്റ് തന്നെ നന്നായി നോക്കിയിട്ട് വേണം ഗ്ലോസി ഓർഡർ ചെയ്യാൻ. അതുപോലെ തന്നെ ഞാനിവിടെ ഇതും കൊണ്ട് 1-2 കടയിൽ ഇതും കൊണ്ടും ഇതിന് ഇത് മേടിക്കുന്നതിന് മുമ്പും 2 കടയിൽ ഞാൻ പോയി അന്വേഷിച്ചിരുന്നു. ഒറ്റ കടയിൽ മാറ്റ് ഫിനിഷ് ഞാൻ കണ്ടിരുന്നില്ല. എനിക്ക് തോന്നുന്നത് ഓൺലൈനായിട്ടാണ് മാറ്റ് ഫിനിഷ് സെയിൽ ചെയ്യുന്നത്. ഓഫ്ലൈൻ നമുക്ക് ഫുള്ള് ഗ്ലോസി ആണെന്ന് തോന്നുന്നു. ഞാൻ പോയി 2 കടയിൽ കണ്ടില്ല. ഇനിയിപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ തന്നെ ഫ്രണ്ടിലൊരു എയർ വെന്റിലേഷൻ ഉണ്ട്. ഇതിപ്പോൾ ഓപ്പൺ ആണ്. ഇത് മുകളിലേക്ക് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ ക്ലോസ് ആവും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഉള്ളിലേക്ക് കുറച്ചും കൂടിയും എയർ കിട്ടും. അതുപോലെ തന്നെ ക്യാമറ മൗണ്ട് എല്ലാം ഇതിൽ ഫിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ, ഇപ്പോൾ ക്യാമറയൊന്നും വിൽക്കാൻ പാടില്ല, എന്നിരുന്നാലും അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വാഷബിൾ ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഉൾവശമൊക്കെ വളരെ നല്ല ഇതാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്, നല്ല നാപ്പ മെറ്റീരിയലാണെന്ന് തോന്നുന്നു, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്തത് 60 സെൻറ്റിമീറ്റർ ആണ്. 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ലാർജാണ് വരിക. അതുപോലെ തന്നെ ഇത് വാഷബിളാണ്. ഇതിപ്പോൾ വാഷബിളാണെന്ന് പറയുന്നത് ഇത് ഇങ്ങനെ വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ സൈഡ് കണ്ടോ, സൈഡ് ബട്ടൺ ക്ലിപ്സ് ആണ് കണ്ടോ, ബട്ടൺ ക്ലിപ്സ്. ഇതിങ്ങനെ പതുക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗവും എടുത്തിട്ട് വാഷ് ചെയ്യാം. വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ പതുക്കെ കഴുകി, നല്ല വെയിലുള്ളപ്പോഴേ നടക്കുള്ളൂ, കഴുകി ഉണക്കി രണ്ടാമത് നമുക്ക് യൂസ് ചെയ്യാം. ചിലവരെ തലയൊക്കെ ഹെയറൊക്കെ നന്നായി വയർക്കുന്നവരും ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു നോർമൽ ലോക്കാണ്, ഈസി ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാം. ഇത് ഡബിൾ ലോക്കൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി 2100 1990 പല സമയത്തും പല റേറ്റുകളാണ് ഓൺലൈനിൽ ഇത് ഇടുന്നത്. ആക്ച്വലി ഞാനിത് മേടിച്ചത് വെറും 1450 ഞാനിത് മേടിച്ചത്. ഒരു സമയത്തൊരു ഓഫർ ഉണ്ടായിരുന്നു, ആ ഓഫറിൻ്റെ സമയത്താണ് ഇത് എനിക്ക് കിട്ടിയത്. ഇപ്പോൾ ഈ പ്രൈസ് അല്ല, എന്നിരുന്നാലും ഞാൻ മേടിച്ച ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെറുതെ കൊടുക്കാം, വെറുതെ കയറി നോക്കുന്നവർക്ക് നോക്കാം. മൊത്തത്തിൽ കുഴപ്പമില്ല. 3 ആഴ്ചയായി മേടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എയർ കാര്യങ്ങളെല്ലാം ഉള്ളിൽ കിടക്കുന്നുണ്ട്, തല വയർക്കുന്നില്ല, ഈസി, നല്ലൊരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ
പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ കോമ്പറ്റേറ്റർ ആയിട്ട് വരുന്നത് സ്റ്റഡ്സിൻ്റെ തണ്ടറാണ്. സ്റ്റഡ്സിൻ്റെ തണ്ടർ ഈ മൊത്തത്തിൽ മാറ്റ് ഫിനിഷിങ്ങിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനോടൊന്ന് കോമ്പറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബണ്ണി ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. ഒരു ബഡ്ജറ്റ്, വളരെ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു ഹെൽമെറ്റ്, അതായത് 2000-2000 താഴെ ആ ഒരു ബഡ്ജറ്റ് മതി, അതിലൊരു ഹെൽമെറ്റ് മതി എന്ന് ഉദ്ദേശിക്കുന്നവർക്കുള്ളൊരു ഹെൽമെറ്റാണ്. ഇപ്പോൾ സാധാരണക്കാരന് പറ്റിയൊരു ഹെൽമെറ്റാണ്. എന്നാൽ അത്യാവശ്യം സ്പോയിലർ കാര്യങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ കാണാനുള്ള വലിയ രസം, അതുപോലെ തന്നെ ഗ്രാഫിക്സ് വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയതാണ്. അപ്പോൾ ഒരു ചെറിയ റിവ്യൂ ആയിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.